ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. പുറത്തിറങ്ങാൻ പറ്റില്ല. ഒരിടയ്ക്ക് ഭയങ്കര തണുപ്പാണ്ട് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ചൂട് കാരണം ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഇന്ന് ഞങ്ങളൊരു പാർക്കിൽ പോവാം, ഒരു സ്നാക്ക് പാർട്ടി അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്. അപ്പോൾ ആളുടെ കൂടെ നമ്മൾ കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ അടുത്തുള്ള ഒരു പാർക്കിലേക്കാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത്. കുറച്ച് സ്നാക്സ് മേടിക്കണം, കാരണം എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളത് നാട് മൊത്തം പാട്ടാണല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും സ്നാക്സ് മേടിക്കണം. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാനുള്ള ആൾ ഇപ്പം അങ്ങോട്ട് എത്തും. ഞാൻ വേഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോവാൻ നോക്കട്ടെ. നാട്ടിൽ നല്ല ചൂടല്ലേ? ഇവിടെയും നല്ല ചൂടാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ക്ലൈമറ്റ് മാറിയ പോലെ ഫീലിംഗ് ആണ് എനിക്കുള്ളത്. എനിക്ക് തീരെ പറ്റുന്നില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും പോവാം. എന്നെ കൂട്ടാനുള്ള ആൾ ഇപ്പം എത്തും. അപ്പം ബൈ. ഇതെൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത കേട്ടോ. രസല്ലേ? സമയം പോയി ഞാൻ പോട്ടെ. എൻ്റെ ഫോൺ കവറിനായിട്ട് എല്ലാവരും ചോദിക്കും ഞാൻ ഫോൺ മാറ്റുമോ. 17 ആണോ? അല്ല ഗൈസ്, 16 Pro തന്നെയാണ്, മാറ്റിയിട്ടൊന്നുമില്ല. ആസ് യൂഷ്വൽ എൻ്റെ സാരഥി ഉഷസ് മാം തന്നെയാണ് കേട്ടോ. ഞങ്ങൾ എവിടെ പോകുന്നുണ്ടെങ്കിലും എന്നെ പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത് ഉഷസ് മാമാണ്. ഇത് കണ്ടോ, ഇത് ശ്രേയസ് വരച്ച പിക്ചേഴ്സാണ് കേട്ടോ. അടിപൊളിയായിട്ട് പുള്ളി വരയ്ക്കും. ഡ്രോയിങ് ക്ലാസ്സിന് പോകുന്നുണ്ട്. ഇത് കണ്ടില്ലേ എന്ത് രസമായിട്ട് ഓരോന്ന് വരയ്ക്കുന്നതെന്ന് ഒരു കൃഷ്ണനുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ആൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് അത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ബീവീസിലേക്കായിരുന്നേ. ഞാൻ പറഞ്ഞില്ല കുറച്ച് സ്നാക്സ് മേടിക്കണമെന്ന്. ഇവിടെ ഇഷ്ടം പോലെ ഇതുപോലത്തെ സ്നാക്സുകൾ കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വില കൂടുതലാണല്ലോ ഇവിടെ എല്ലാ സാധനങ്ങൾക്കും. പക്ഷെ എന്നാലും ഗതി കെട്ടാ പുല്ലും തിന്നുമല്ലോ. പിന്നെ ഞാൻ സ്ഥിരമായിട്ടുള്ള എൻ്റെ ചായയും കുടിച്ച് ഞങ്ങൾ നേരെ അഞ്ജിതന്നെ കൂട്ടാൻ പോയിട്ടോ. അത് അഞ്ജിത പായൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് അഞ്ജിതൻ്റെ സൽപുത്രി ഇഷാനി. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളെ കാത്ത് കുറച്ച് പേര് പാർക്കിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളിത് വദിക്കബീറുള്ള പാർക്കിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ചൂടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഓക്കെ ആയിരുന്നു. നമ്മൾ സ്കൂൾ വിട്ട് ഇറങ്ങുമ്പോൾ ഒരു വൃത്തികെട്ട ചൂടാണേ. പക്ഷെ വൈകുന്നേരങ്ങൾ വലിയ പ്രശ്നമില്ല. പിന്നെ നമ്മളവിടെ എത്തിയിട്ട് അവരെ വിളിച്ചു. അവരെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് അങ്ങോട്ട് അറൈവ് ചെയ്തത്. നമ്മുടെ സിമ മാം നമ്മുടെ AVP ആയിരുന്നു. പുള്ളിക്കാരത്തി ഇപ്പോൾ റിട്ടയറായി നാട്ടിലേക്ക് പോയി കേട്ടോ. ഇതാണ് നമ്മുടെ മറ്റുള്ള ആൾക്കാർ. പിന്നെ നമ്മൾ ഒരു പ്ലേസ് കണ്ടെത്തി എല്ലാവരും കൂടെ അവിടെ അങ്ങിരുന്നു. ഇത് കണ്ടു, ഇത് ഫുള്ളും മാം സ്വന്തമായിട്ട് ബേക്ക് ചെയ്ത കേക്ക്സ് ആണ് കേട്ടോ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എല്ലാം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. റവ കേക്ക് ഉണ്ടായിരുന്നു, ബനാന കേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കേക്ക് മാം ഉണ്ടാക്കിയിരുന്നേ. ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പിള്ളേർ സെറ്റിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പുഡിങ് മാം ഉണ്ടാക്കിയിരുന്നത്. രണ്ടും കൂടെ അവിടെ നോക്കി നിൽക്കുന്ന കണ്ടില്ലേ. ആക്ച്വലി കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒത്തുകൂടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും. പിന്നെ അഞ്ജിതയും സിമ മാമും കൂടെ റാപ്പൊക്കെ അഴിക്കാൻ വേണ്ടി കുറേ പാടുപെട്ടു കേട്ടോ. കാരണം അത്രയും നന്നായിട്ട് മാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങളിപ്പോൾ ഇങ്ങനെ അക്ഷമരായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ പുഡിങ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാം അതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് എഡ്ജൊക്കെ ഒന്ന് വിട്ടു കൊടുത്തിട്ട് അതൊന്ന് ഫ്ലിപ്പ് ചെയ്തു കേട്ടോ. എന്താ മോനെ എന്ത് രസമായിട്ടാണ് അത് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ TV-ൽ കണ്ടിട്ടൊക്കെ ഉള്ളൂ കേട്ടോ. ഇത് ശരിക്കും നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ സൈഡിൽ 2 ലെയേഴ്സ് കറക്റ്റായിട്ട് കാണാൻ പറ്റുമായിരുന്നു. കണ്ടില്ലേ, എല്ലാവരുടെയും മുഖത്തെ പ്രകാശം കണ്ടില്ലേ. പിന്നെ മാം കൊണ്ടുവന്ന മറ്റ് കേക്കുകളൊക്കെ ഞങ്ങൾ നിരത്തി വെച്ചു. നമ്മൾ കഴിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. പിന്നെ ഈ കേക്ക് കട്ട് ചെയ്യാൻ സ്പെഷ്യലായിട്ടുള്ള അമിത മാമായിരുന്നു. അപ്പോൾ ഞാൻ അമിത മാമിൻ്റെ കയ്യിൽ തന്നെ ഈ പുഡിങ് കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ആദ്യം നമ്മൾ മക്കൾക്കാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരങ്ങ് അത് കഴിച്ചങ്ങ് ഹാപ്പിയായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഓരോ മറ്റങ്ങ് ഇരുന്ന് കേട്ടോ. ഇരുന്നിട്ട് നമ്മളങ്ങ് കഴിക്കാൻ തുടങ്ങിയേ. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇത്ര മാത്രം ഞാൻ എടുത്തുള്ളൂ. നമ്മൾ കുറേ നേരം ഇരുന്നങ്ങ് സംസാരിച്ച് ഒരു 8:30 ആയപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്ക് പിന്നെ അച്ഛനും ശ്രീകുട്ടനും കൂട്ടി കോഴിക്കോട് പോയി ഫുഡ് കഴിച്ചു. പിന്നെ നമ്മുടെ സുട്ടുമണിയും വിഞ്ചും മൈത്താനും തിരിച്ച് നാട്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ. മീൻസ് അവർ വെക്കേഷന് പോവാണ് നാട്ടിലേക്ക്. അപ്പോൾ അവരെ യാത്രയാക്കാൻ വേണ്ടി ചെന്നു. എൻ്റെ പൊന്നെ, ഞാൻ ഇതിനെ ശരിക്കും മിസ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.